കഴിഞ്ഞ ദിവസം ഒരു അൽമായ സുഹൃത്തിനോട് പറഞ്ഞു, വച്ചോ ഞങ്ങളുടെ രൂപതയിൽ മെത്രാന്മാർ 2-3 മാറുന്നത്, പക്ഷേ സംഘടനാ നേതാക്കൾക്ക് ഒരു മാറ്റമില്ല, പഴയ ആൾക്കാരൊക്കെ തന്നെയാണ്, പുതിയ ആർക്കും ചാൻസ് ഇല്ല. ശരിയാണ്, രൂപതയിൽ മാത്രമല്ല പല ഇടവകളിൽ ഈ പ്രശ്നമുണ്ട്. പഴയ നേതാക്കന്മാരൊക്കെ തന്നെയാണ് പല സ്ഥലത്ത് ഇരിക്കുന്നത്. അവരുടെ തസ്തിക മാറുന്നുള്ളൂ. ചിലപ്പോൾ ഒരു PTA പ്രസിഡൻ്റ് ആവും, അല്ലെങ്കിൽ BCC, അല്ലെങ്കിൽ പാരിഷ് കൗൺസിൽ, അല്ലെങ്കിൽ കൈക്കാരന്മാർ. ഇങ്ങനെ ചില ആൾക്കാർ മാത്രമാണ് എപ്പോഴും ഇങ്ങനെ രംഗത്ത് നിൽക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു അച്ഛൻ വന്നിട്ട് പുതിയ ആൾക്കാർക്ക് ചാൻസ് കൊടുത്തു എന്ന് കരുതട്ടെ, അപ്പോൾ പഴയ ആൾക്കാരെല്ലാം കൂടെ അച്ഛനെതിരെ തിരിയും, പ്രതിഷേധിക്കും, കൊടി പിടിക്കും. ഒരു പുതിയ കലാപരിപാടി തുടങ്ങിയിട്ടുള്ളതാണ്, ഞങ്ങൾക്ക് ഈ അച്ഛനെ വേണ്ട, എടുത്തുകൊണ്ട് വെക്കുമെന്ന് പറയുന്നൊരു രീതി. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ഗെരേസനർ ഇടവകയാണ്. ഈശോ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് വരാണ്. ഈശോ വരുമ്പോൾ ഈശോനെ സ്വീകരിക്കുന്നത് ഒരു പിശാചുബാധനാണ്, ചില്ലറക്കാരനൊന്നുമല്ല. ആ നാട്ടുകാരെ മുഴുവൻ ഉപദ്രവിക്കുന്ന, സ്വയം ഉപദ്രവിക്കുന്ന, കല്ലറയിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ ഓടി വരാണ്. അവന് ഒരാളൊന്നുമല്ല, ലെഗ്യോൺ എന്ന് പറയാം, ഒരു കൂട്ട അശുദ്ധാത്മാക്കളാണ് അവൻ്റെ ഉള്ളിൽ. ഈശോ അവനെ സുഖപ്പെടുത്താണ്. പക്ഷെ 2000 പന്നികൾ ചത്തുപോയി. ഈശോ കരുതുന്നത് വമ്പൻ കയ്യടിയോടെ ആൾക്കാരെ സ്വീകരിക്കുന്ന, അങ്ങനെയല്ല. അതിൻ്റെ ഓണേഴ്സ് അവിടെ വരുമ്പോൾ അവർ പേടിച്ചെന്ന് പറയാം, അവർ ഭയപ്പെട്ടു. അവർ സന്തോഷിക്കുകയല്ല ചെയ്ത്, അവർ ഭയപ്പെട്ടു. കാരണം എന്താ, അവിടെ 2000 പന്നികളെ ചത്ത്, ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടപ്പോൾ 2000 പന്നികളെ ചത്ത്. അവിടെ കൊമേഴ്ഷ്യൽ തിങ്കിങ് ആണ്. ഈശോ ഈ പോക്ക് പോവാണെങ്കിൽ ബിസിനസ് പൊട്ടിച്ചു കളയും. അപ്പോൾ ഇവനോട് നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അവർ ഉടനെ പ്ലീഡ് ചെയ്യാണ്, നീ ഇവിടെ നിന്ന് പോകണം, നീ ഇവിടെ നിന്ന് വിട്ടു പൊക്കോ, ഈ പ്രദേശം വിട്ടു പൊക്കോ എന്ന് പറയാം. നമ്മുടെ ഇപ്പോഴത്തെ പല ഇടവകയും ഈ ഗെരേസനർ ഇടവകയും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അവരെത്ര മര്യാദയായിട്ടാണ് ഈശോട് പറയുന്നത്, നീ ഇവിടുന്ന് വിട്ടുപോക്കുമെന്ന് പ്ലീഡ് ചെയ്യാണ്. പക്ഷെ നമ്മുടെ പല ഇടവുകളും അങ്ങനെയല്ല, ഉപദ്രവിച്ചിറക്കുവിടാണ്. ആ അച്ഛൻ തൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ പോലും പരിഗണിക്കാതെ ഉപദ്രവിച്ചിറക്കി വിടാണ്.